നമസ്കാരം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇടപെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചതിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനും വൈസ് ചാൻസലർക്ക് ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥനെതിരായ റാഗിംഗിൽ നടപടി നേരിട്ട 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ഇതിനു പിന്നാലെ ഈ വിഷയത്തിൽ ഗവർണർ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. സർക്കാർ വഞ്ചിച്ചു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി കിട്ടുമോ എന്ന് സംശയമുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആന്റി റാഗിംഗ് കമ്മിറ്റി നടപടിയെടുത്ത സീനിയർ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 33 പേരെയാണ് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് തിരിച്ചെടുത്തത്. CBI അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ വാ മൂടിക്കെട്ടാനാണ് സർക്കാരിന്റെ ശ്രമം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി കിട്ടുമോ എന്ന് സംശയമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയുന്നു. അതേസമയം കഴിഞ്ഞ മാസം 9-ന് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. അതോടെ സംസ്ഥാനം പോലീസിന്റെ അന്വേഷണം നിലയ്ക്കുകയും ചെയ്തു. CBI ഇതുവരെ കേസ് ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി കേസിൽ ഒരു പുരോഗതിയും ഇല്ല എന്നതാണ് വസ്തുത. തെളിവുകൾ പലതും നശിപ്പിക്കുന്നതായും കേസ് തന്നെ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് ഇതിന് പിന്നാലെ നടക്കുന്നതെന്നും സിദ്ധാർത്ഥത്തിന്റെ കുടുംബം ഇതിന് പിന്നാലെ എടുത്തു പറയുന്നുണ്ട്. അതുമാത്രവുമല്ല, കേസിൽ നിർണായകമായ കണ്ടെത്തലുകളും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നു. സിദ്ധാർത്ഥൻ 8 മാസത്തോളം തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടു എന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നിരുന്നു. SFI നേതാക്കൾ അടക്കമുള്ളവരാണ് സിദ്ധാർത്ഥനെ ഇത്തരത്തിൽ റാഗിങ്ങിന് ഇരയാക്കിയത്. ഹോസ്റ്റലിൽ താമസം തുടങ്ങിയത് മുതൽ എല്ലാ ദിവസവും സിദ്ധാർത്ഥൻ കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ K. അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നതായിരുന്നു ആദ്യത്തെ അജണ്ട. ദിവസവും രാവിലെയും വൈകിട്ടും അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു സിദ്ധാർത്ഥന് നിർദ്ദേശം നൽകിയത്. പലതവണ ഇത്തരത്തിൽ മുറിയിലെത്തിയ സിദ്ധാർത്ഥനെ നഗ്നനാക്കി റാഗ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം സിദ്ധാർത്ഥൻ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴിയും നൽകിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പിറന്നാൾ ദിവസത്തിൽ ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയുൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കണമെന്നതായിരുന്നു കോളേജ് യൂണിയൻ നേതൃത്വം തീരുമാനിച്ചിരുന്നത്. അതിനിടെ വെറ്റിനറി സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായിട്ടുമില്ല. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നിയമോപദേശം തേടിയ ശേഷം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകുമെന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ട്. ഇത്ര ക്രൂരമായ പീഡനത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ VC തിരിച്ചെടുത്തിരിക്കുന്നത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് VC ഇത്തരം ഒരു തീരുമാനം എടുത്തതെന്ന് ജനം തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും VCയുടെ ഈ സ്വാർത്ഥമായ നിയമനത്തിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഗവർണർ. എന്തിനാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തതെന്ന് ഗവർണർ ചോദിക്കുകയുണ്ടായി.